അവിടെയാണ് ജൂതന്മാരുടെ നിശ്ചയദാർഢ്യം ലോകം കണ്ടത്. പാറക്കെട്ടുകൾ നിറഞ്ഞ മണ്ണിൽ അവർ വിത്തിട്ടു, സമുദ്രജലം ശുദ്ധീകരിച്ചുപയോഗിച്ചു. ഓരോ പൗരനും ഒരു സൈനികനായി മാറി. അങ്ങനെയാണ് ശവപ്പറമ്പിൽ നിന്ന് ലോകം ഭയക്കുന്ന ഒരു സാങ്കേതിക സൈനിക ശക്തിയായിട്ട് ഇസ്രയേൽ പിച്ച വെച്ച് തുടങ്ങുന്നത്. ഇസ്രയേലിന്റെ വളർച്ചയുടെ രഹസ്യം അവരുടെ അതിജീവനം തന്നെയാണ്. കൃഷി ചെയ്യാൻ മണ്ണില്ലാതിരുന്നിടത്ത് അവർ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന വിദ്യ ലോകത്തിന് കാണിച്ചു കൊടുത്തു. കുടിക്കാൻ വെള്ളമില്ലാതിരുന്നിടത്ത് സമുദ്രജലത്തെ ശുദ്ധജലമാക്കി മാറ്റി. ശത്രുക്കളുടെ റോക്കറ്റുകളെ ആകാശത്ത് വെച്ച് തന്നെ ചാരാക്കുന്ന അയൺ ഡോം എന്ന അത്ഭുതം അവർ നിർമ്മിച്ചു. എന്നാൽ ഇതിനുമൊക്കെ അപ്പുറം ലോകം ചർച്ച ചെയ്യുന്ന മറ്റൊരു നിഗൂഢതയുണ്ട് ഇസ്രയേലികൾക്ക്. ലോകത്തെ നിയന്ത്രിക്കുന്നത് ജൂതന്മാരാണെന്നും ഇതിന് പിന്നിൽ ഇല്ലുമിനാറ്റി പോലുള്ള രഹസ്യ സംഘടനകളാണെന്നും വിശ്വസിക്കുന്നവർ കുറവല്ല. അവരുടെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനാ രീതികളും അതുപോലെ തന്നെ ലോകത്തിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിൽ അവർക്കുള്ള അദൃശ്യമായിട്ടുള്ള സ്വാധീനവും പലരിലും ഒരു ഭയം ജനിപ്പിക്കാറുണ്ട്. ഇത് വെറും ഗൂഢാലോചന സിദ്ധാന്തമാണെന്ന് തള്ളിക്കളയുമ്പോഴും ആ പേടി ഇന്നും അക്ഷരം പ്രതി കാലാകാലങ്ങളായി ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ലോകത്തിൻ്റെ ഏത് മൂലയിലിരുന്നും ശത്രുവിനെ വേട്ടയാടുന്ന മൊസാദ് എന്ന രഹസ്യാന്വേഷണ ഏജൻസി കൂടി ചേരുമ്പോൾ ഇസ്രയേലിൻ്റെ ശക്തി പൂർണ്ണമാവുകയാണ്. തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു ജനതയുടെ നിശ്ചയദാർഢ്യമാണ് ഇന്നത്തെ ഇസ്രയേൽ എന്ന് പറയുന്നത്. ഒരു വശത്ത് ക്രൂരമായിട്ടുള്ള യുദ്ധങ്ങളുടെ കഥകൾ പറയുമ്പോഴും മറുവശത്ത് അവർ വളർച്ചയുടെ പുതിയ ചരിത്രം എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്.